യേശുക്രിസ്തുവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്തോത്രം. യോഹന്നാൻ 17:2-3 വാക്യങ്ങളാണ്. നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിൽ മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഏകസത്യമായ നീയെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുക തന്നെ നിത്യജീവനാകുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ നിത്യജീവൻ നേടിയെടുക്കുക എന്നതാണ്. ഹല്ലേലൂയ. സ്തോത്രം. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? യേശുവിനെ കൂടെ നിത്യമായി ജീവിക്കുക എന്നതാണ്. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ. സ്തോത്രം. യേശുക്രിസ്തുവിനെ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് പറയുന്നത് നിത്യജീവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഈ വചനത്തിൽ നിത്യജീവനെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. ഈ വചനം നമുക്ക് കയ്യിൽ തന്നതിന് നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി ലൂക്കോസ് 10:25 ന്യായശാസ്ത്രം പഠിച്ച ഒരു വ്യക്തി യേശുവിനെ പരീക്ഷിച്ച് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരു, ഞാൻ നിത്യജീവനെ അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണമെന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അവൻ അവനോട്, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? കർത്താവിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഹല്ലേലൂയ. ഇപ്പൊ പരീക്ഷിച്ച് ചോദിക്കാനുള്ള ചോദ്യമാണെങ്കിലും വാക്കിൽ കൊടുക്കേണ്ട ചോദ്യമാണെങ്കിലും കർത്താവിന് ചോദ്യമുണ്ടെങ്കിൽ അവിടെ ഉത്തരവ് ഉണ്ടാവും. ഹല്ലേലൂയ. സ്തോത്രം. ഇപ്പൊ പരീക്ഷിക്കാനും കൊടുക്കാനാണെങ്കിലും ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ചോദ്യമുണ്ടെങ്കിൽ കർത്താവിന് അതില് മറുപടി ഉണ്ടെങ്കിൽ പരമാർത്ഥ ഹൃദയത്തോടെ ഹല്ലേലൂയ നിഷ്കളങ്കമായ മനസ്സോടെ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ വന്നാൽ 1000 ചോദ്യമുണ്ടെങ്കിലും ഹല്ലേലൂയ നിനക്ക് അവിടെ ഉത്തരം നൽകും. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തിന്റെ വില നമുക്ക് മനസ്സിലാതെ പോകുന്നത്. ഹല്ലേലൂയ. ഇവിടെ പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവുമില്ല. ഇവിടെ ഇറക്കി വെക്കാൻ പറ്റാത്ത ഒരു ഭാരവുമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ ഇറക്കി വെക്കാൻ പറ്റാത്ത പറ്റിയില്ലെങ്കിൽ പിന്നെ വേറെ എടുത്തു പോയാൽ പറ്റില്ല. 1 യോഹന്നാന്റെ 5:20 ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെ ആകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനും ആകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. യേശുവിനെ കുറിച്ച് വചനത്തിൽ ഹല്ലേലൂയ എഴുതിയിരിക്കുന്നതും അവൻ നിത്യജീവനാണെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, യേശു നിങ്ങളുടെ ഹൃദയത്തിൽ വന്നു എന്ന് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഹല്ലേലൂയ നിങ്ങൾ ഹല്ലേലൂയ നിത്യജീവൻ നിങ്ങളുടെ ഹൃദയത്തിൽ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നിത്യജീവനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. കൊലോസ്യർ 1:27 ഇങ്ങനെ പറയുന്നത്, മഹത്വത്തിന്റെ പ്രത്യാശയ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്ന് വെച്ചാൽ ആ നിത്യജീവൻ ഹല്ലേലൂയ നമ്മളിൽ ഉണ്ട്. എന്നിലും നിങ്ങളിലും ഹല്ലേലൂയ ആ ജീവൻ വസിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് യേശുവിനെ കിട്ടിയെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിനർത്ഥം നിത്യജീവനെ കിട്ടിയിരിക്കുന്നതാണ്. ആമേൻ. സ്തോത്രം. ദൈവജനങ്ങളെ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ.